ഈ വേടനോ ആരോ അത് മതേതര കേരളത്തിലൊരു വാക്കുണ്ട്, ഉന്നത കുലജാതിയിൽ ജനിപ്പിച്ച് കുട്ടികളെ ഉണ്ടാക്കുന്ന രീതിയല്ല അത് എല്ലാ കാലത്തും എല്ലാ സൊസൈറ്റിക്കും ഉണ്ടായിരുന്നു. സ്പാർട്ടക്കസ് ആയാലും ശരി, ആഫ്രിക്കൻ നേഷൻസ് ആയാലും ശരി, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, മറ്റേ പിന്നീട് കണ്ടുപിടിച്ചാണ്. അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്നിരിക്കും, പക്ഷേ വെളിവ് പുറത്തായിട്ടില്ല. അമേരിക്കാസ് ഓർ വോട്ട് ഈജിപ്തിലാരുണ്ടായിരുന്നു. അവിടെ സ്ത്രീകളുമായിട്ട് പോയിൻ ചെയ്യാനും ഒരു പ്രത്യേക ജനത വിടാനും ക്ഷത്രിയ വംശം അല്ലെങ്കിൽ കിങ്ഡം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാവുന്ന ആവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്റ്റഡുകൾ ഉണ്ടായിരുന്നു പഴയ കാലത്തിൽ. ഒന്നും മനുഷ്യണ്ടോന്നല്ലത്. അത് ഏഷ്യൻ ബിൽഡേഴ്സിനും തമ്പരാക്കന്മാർക്കും മാത്രമേ അറിയുള്ളൂ. പക്ഷേ ജൂത സമുദായത്തിലുണ്ടായിരുന്നിരിക്കും. ജൂത സമുദായത്തിന് വഴി പോണ മുഴുവൻ യുദ്ധത്തിൽ പട്ടുപോയ ജനങ്ങൾക്ക് പകരമായ ആണുങ്ങളെ അവരവിടെ കുടിച്ചിരുന്നവരൊക്കെ തന്നെയാണ് അതുകൊണ്ടായിട്ടുള്ളത്. ജൂതൻ പറയാണ് ബേസിക്കലി. അയാളുടെ ജാടിയിലുള്ള പോലെ ഒരു ആരുമില്ല. പിന്നീട് ഉണ്ടാക്കിയതിന് ശേഷം അത് അതിനൊന്നും മനസ്സിലാക്കാനില്ല. ബൈബിളിൽ മനസ്സിലാക്കാനുള്ള ഒരു എമിഗ്രേഷൻ അതിനുള്ള പുസ്തകമാണ്. അത് എമിഗ്രേഷൻ്റെ പുസ്തകമാണ്. അയാൾ പിന്നീട് ഉണ്ടാക്കിയതാണ് ഈ കോവൻ സമുദായം, നേവി സമുദായം, വോട്ടർ. അവിടെ ജൂതൻ അത്ര വലുതല്ല ശരിക്ക്. ആരും ഞാൻ കാണാറില്ല. ഒരു പെന്തിക്കോസ്റ്റ് ഭാഷമാനായിട്ടാണ് ജോർജ് തൈരൂർ. ജൂതൻ അത്ര വലുതല്ല. ഇനി അത് കമ്പാരബിൾ അല്ല, വളരെ കുറച്ചുള്ളൂ. അതിൽ ആർക്കും എങ്ങനെയും അവരുടെ സ്ത്രീകളെ വശീകരിക്ക് കാശ് കൊടുത്ത് ഈ കുട്ടികളുണ്ടാക്കി. പക്ഷെ പരിശീലനം ചെയ്യേണ്ടി വരും, അത് വേറെ വംശം. അതുകൊണ്ട് സ്പാർട്ടൻസ് എന്ന് പറയുന്നത് അവർ ശാരീരികത്തിന് മാത്രം, യുദ്ധത്തിന് മാത്രം അന്ന് യൂറോപ്പ് തമ്മിലടിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ഇപ്പോഴും അതൊക്കെ തന്നെ, യൂറോ വരുന്നതിന് മുമ്പ് മേടിച്ചുകൊണ്ടിരുന്ന പല കറൻസി മാറി ഒന്നിനാവുന്നത് ഇപ്പോഴും അതൊക്കെ തന്നെ. ഇപ്പോൾ ഡോമിനൻസ് ഫ്രാൻസ് ജർമ്മനിക്കുള്ളൂ. ജർമ്മനി ഇല്ലാതെ എക്കണോമി ഫ്രാൻസിനില്ല, ജർമ്മനിയുടെ എല്ലാം. അപ്പോൾ അത് അങ്ങനെ സ്റ്റഡുകളുടെയും അതിൽ കോട്ടേരിയായുടെ ക്ഷത്രിയ കുടുംബങ്ങളുടെ അതിൽ രാജകുടുംബങ്ങളിൽ കഴിയുന്ന ആൾക്കാർ സംഭവം ചെയ്ത് അവർ അടുത്ത രാജവംശങ്ങളും മറ്റു പല വംശങ്ങളും യുദ്ധത്തിനും ആൾക്കാരെ ഉണ്ടാക്കിയിരുന്നു. അത് തെറ്റല്ലത്, അത് ജാടിപ്രാന്തമൊന്നുമല്ല. നിനക്ക് നേഷൻ ബിൽഡിങ് നീ ആരുടെ ഒപ്പാണെന്ന് എനിക്ക് തോന്നുന്നത് നിൻ്റെ വർഷമാണ്. അത് പറയുന്നത് ഞാനും വേറെ ഒന്നല്ല. അത് അവൻ്റെ പക്ഷേ എനിക്ക് എൻ്റെ പക്ഷേ ഒന്നാണെന്ന് എപ്പോൾ തോന്നിയോ അത് സ്വയം പരിശോധന പ്രശ്നമാണ്. അത് നിനക്കെന്തോ അവൻ്റെ എന്തോ നിനക്ക് വേണം. അതുകൊണ്ട് നിനക്ക് തോന്നുന്നത് നീ ആസ്പാർ ചെയ്യുന്നതിന് പകരം പറയുന്ന ആളെ ആസ്പാർ ചെയ്യുന്നതിന് പകരം നീ വേറെ കമ്പയറത്തിൽ കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആശയങ്ങൾ എല്ലാ കാലവും ഉണ്ടായിരുന്നു. അത് ഈ വംശം നിലനിർത്തുന്ന കച്ചവടമല്ല. മാർക്സ് ബേസിക്കലി തെറ്റണത് പ്രസംഷൻ. അവനെ എങ്ങനെ പുറത്ത് ജൂതനെ യൂറോപ്പ് അങ്ങനെ കണ്ടിരുന്നു എന്നുള്ളത് സ്വയം സെൽഫ് എലിനേഷനുള്ള സ്വയം അനാലിസിസ്, അതും തെറ്റണം. അവൻ വേർപെട്ട് ജീവിക്കുക. ജൂതൻ എന്തുകൊണ്ട് വലുതാവും വെച്ചാൽ അവൻ വേർപെട്ട് ജീവിക്കാൻ സ്വയം തീരുമാനിച്ചു. അത് മറ്റുള്ള കൾച്ചറിൽ നിന്ന് വ്യത്യസ്തമായി. അതിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ ഭാഗമാണത്. മാർക്സ് ആരുമില്ല ശരിക്കും. എക്കണോമിക് തീരുന്നല്ല ഏത് മാർക്സ് പഴയ ആരെയും ഞാൻ തന്നെ പഠിച്ചേരാത്. അത്രേ ഉള്ളൂ. എത്രകൾ കാര്യമുള്ളൂ. ടീച്ചറാണ് എൻ്റെ അടുത്ത്. അപ്പോൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്റ്റഡുകളുടെയും മറ്റു പല എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. അങ്ങനെ അത് നിങ്ങൾക്ക് നേഷൻ ബിൽഡിങ്ങിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. മതേതരത്വോ ജാതിയുടെയോ വർണ്ണവ്യവസ്ഥയുടെയോ ഒന്നുമല്ല അത്. ഒരു അമേരിക്കൻ പ്രസിഡന്റ്, ഒരു അമേരിക്കൻ ജനത വെളുത്ത നിറത്തിലെല്ലാം എന്നുണ്ടെങ്കിൽ വേറെ ഇടത്തുള്ള വോട്ടാവും. അല്ലെങ്കിൽ യൂറോപ്പായാലും ശരി, അവിടുത്തെ സാമ്രായാലും ശരി, ഇപ്പോഴത്തെ മെർസായാലും ശരി, ആരായാലും ശരി, സ്കാൻഡിനേവിയൻ പ്രസിഡന്റ്മാരായാലും ശരി, ഞാൻ പ്രൊട്ടസ്റ്റന്റ് ബെൽറ്റിൻ്റെ ആളെ മാത്രമാണ്, ഞാൻ അവരെ വോട്ട് ചെയ്യൂ. അപ്പോൾ അതുകൊണ്ട് അത് വെടുത്ത നിറം ഒരു കറുത്ത നിറം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല. അതുപോലെ തന്നെ എല്ലാം അവിടെ അത്ര അത് വിമർശിക്കുകയുമല്ല. വീണ്ടും ചിന്തിക്കുക. ഈ പ്രശ്നം ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. നേഷൻ ബിൽഡേഴ്സ് അല്ല ഒന്നും. നാരകീഴമാന്ന് പറയുമ്പോൾ നേഷൻ ബിൽഡേഴ്സ് അല്ല അവിടെ ചേർത്തി. അതുകൊണ്ട് വായറുന്നതിന് മുമ്പ് സ്വയം ആലോചിക്കുക എന്ന് ആഹ്വാനമല്ലാത്ത തരത്തിൽ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് മാത്രം ബ്ലോഗ് ഇടുന്ന ജോർജ് തൈരൂർ പറഞ്ഞു. കോൾട്ടേഴ്സിൻ്റെ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. കോൾട്ടേഴ്സിനെ കുറിച്ച് മെരി കോൾട്ടേഴ്സ്, ജോൺ ലോക്കുത്താർ പ്രൊട്ടസ്റ്റന്റ് സമുദായത്തിലുള്ള പെന്തിക്കോസ്റ്റ് സമുദായമാണ്. ശൃംഖലയാണ് ശരിക്കും. അവരുടെ അമ്മ വഴി തിയോളജിനും കൂടിയാണ്, പ്രൊട്ടസ്റ്റന്റ് തിയോളജിയാണ്. അവർ കത്തോലിക്കും കൊണ്ടു നടക്കുന്ന പോലെ ജോൺ ലൂക്കുത്താർ കത്തോലിക്കല്ല, പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയാണ്. ശൃംഖലയാണ്. പെന്തിക്കോസ്റ്റ് സമുദായമായിട്ടാണ് വളരെ കൊടുത്തത്. അവിടെ ശൃംഖലയെക്കുറിച്ചൊന്നും സ്വിറ്റ്സർലൻഡ് അല്ലാതെ അറിയില്ല. മറ്റുള്ളവർക്ക് അറിയാം, എനിക്കൊന്നും എത്തില്ല. അതിൻ്റെ ശൃംഖലയെക്കുറിച്ചോ കാൽവിനിസ്റ്റിനെ കുറിച്ചോ. അവരുടെ കത്തോലിക സഭയുടെ സ്കൂളിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കത്തോലിക സഭയാണല്ലോ അതിന് മുകളിൽ ഹോൾഡ് ആധിപത്യം. അതുകൊണ്ട് ജോൺ ലൂക്കുത്താർ പെന്തിക്കോസ്റ്റ് പോലെ പ്രൊട്ടസ്റ്റന്റ് സമുദായത്തിലൊരാളാണ്. അവിടെ വെച്ച് നിർത്തി 2 പുസ്തകം കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. വായിപ്പിക്കുന്ന എന്താ പറയുക, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പുസ്തകം പഠിച്ചിട്ടുള്ള ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ കിട്ടും. അകമ്പൻ ബാജു ജാക്രാൻസിയെ എന്നീ എഴുത്തുകാരും മറ്റൊരുപാട് 20-25 എഴുത്തുകാരുണ്ട് അതിനകത്ത്. ഹിസ്റ്ററി ഓഫ് സിനിമ എന്നുള്ള പുസ്തകത്തെക്കുറിച്ച് മറ്റു പല ചിന്തകളും കാണാം. അത് ഫ്ലിപ്കാർട്ടിൽ കിട്ടും. ഗൂഗിളിൽ നോക്കുക. ജോർജ് തൈരൂർ വാളമറി കാട്ടുകൊണ്ട് സുരക്ഷയാവും. അത് കിട്ടണമെന്നില്ല. ജോർജ് തൈരൂർ നോക്കുക. എന്നിട്ട് വായിക്കുക, വളരുക. ഗുദാർദിനെ കുറിച്ചൊരു പുസ്തകം, ബെർണാഡ് മെരി കോൾട്ടേഴ്സിനെ കുറിച്ച് ഉത്തര പുസ്തകമാണ് എഴുതിയിട്ടുള്ള അവിടെ ചേർത്തി.